ഇസ്ലാമിന്റെ വിശ്വാസം പ്രചരിപ്പിക്കാനെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന അക്ബർ മൗലവി, ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ വാചകം കേൾപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു അറബി പയ്യൻ എന്ന് പറഞ്ഞ വാചകം ഞാൻ ഇന്നലെ കേൾപ്പിച്ചു. എന്നാൽ ആ അക്ബർ മൗലവി നേരത്തെ എഴുതിയ പുസ്തകത്തിലെ വാചകങ്ങൾ നിങ്ങൾക്ക് കാണാം. മുജാഹിദുകൾ തന്നെ, മടവൂർ മുജാഹിദുകൾ തന്നെ ഗൾഫ് സലഫിസം എന്ന പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചു. അതിൽ കാണാം അക്ബർ എന്താ പറഞ്ഞത്? ദൈവത്തെക്കുറിച്ച് വികലമായ സങ്കല്പങ്ങൾ ഉടലെടുത്തത് സങ്കുചിതത്വത്തിനും ഉച്ചനീചത്വങ്ങൾക്കും കാരണമായി. നിരാകാരനായ ദൈവം പുരുഷനായി സങ്കല്പിക്കപ്പെട്ടപ്പോൾ അവന് കൈകാലുകളും തലയും ഉടലുമുണ്ടെന്ന് സ്വാഭാവികമായും വിശ്വസിക്കപ്പെട്ടു. അപ്പോൾ തലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണൻ ഉന്നതനും കാലുകളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ശൂദ്രൻ അധമനുമായി. അത് ജാതി ചിന്തയ്ക്ക് കാരണമായി. ഹൈന്ദവത ധർമ്മവും ദർശനവും പേജ് 244. ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യം എഴുതിയ വാചകങ്ങൾ: പ്രപഞ്ചാതീതനായ ദൈവം പ്രപഞ്ചത്തിനു പുറത്ത് 7-ാം ആകാശത്തിനു മുകളിൽ സിംഹാസനാരൂഢനായിരിക്കുന്ന സ്വേച്ഛാധിപതിയായ ഒരു ചക്രവർത്തിയാണെന്ന ധാരണ ഇസ്ലാം വളർത്തുന്നില്ല. ദൈവവിശ്വാസം എം അക്ബർ പേജ് 22. ഇങ്ങനെ എം അക്ബർ ആദ്യം എഴുതിയ പുസ്തകങ്ങളിൽ അല്ലാഹ് അർശിന്റെ മുകളിൽ 7-ാം ആകാശത്തിന്റെ മുകളിൽ സിംഹാസനാരൂഢനാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പടച്ചവന് കൈകാലുകൾ ഉണ്ടെന്ന് പഠിപ്പിക്കുന്നില്ല. അത് ബ്രാഹ്മണന്മാരുടെ വിശ്വാസമാണ് എന്ന് പറഞ്ഞ എം അക്ബർ മുജാഹിദിന്റെ മൗലവിമാർ യോഗം ചേർന്ന് പടച്ചവനെ സംബന്ധിച്ചുള്ള വിശ്വാസം മാറ്റിമറിക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം വിശ്വാസം മാറ്റിയിട്ട് പുതുതായിട്ടെന്താ പറഞ്ഞത്? അത് ഞാൻ വേറെ പുസ്തകം നിങ്ങൾ സക്കരിയ സഹായിതന്റെ എഴുതുന്നത് നോക്കി വായിക്കാം, കേട്ടോളൂ. അദ്ദേഹം പറയാണ്, ആദ്യകാലത്ത് അദ്ദേഹം എഴുതിയതിനെ സംബന്ധിച്ച് പറയാൻ, ഖുർആനിന്റെയും വ്യക്തമായ ഹദീസുകളുടെയും വെളിച്ചത്തിൽ ഈ പരാമർശം തെറ്റാണെന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവിന്റെ സത്തയെക്കുറിച്ച് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അവഗാഹമായി പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത സമയത്ത് രചിച്ച കൃതികളിൽ അബദ്ധങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. മൂപ്പർ പഠിക്കാത്ത കാലത്ത് എഴുതിയതാ ഹിന്ദുക്കളെ പറ്റി ബുക്ക്. അന്ന് എഴുതിയതിൽ അബദ്ധം ഉണ്ടായാലും സ്വാഭാവികമാണ്. എന്നാൽ സഹോദരന്മാരെ, പഠിക്കാത്ത ആളോട് പുസ്തകം എഴുതാൻ ആര് പറഞ്ഞു? പഠിക്കാത്ത ആള് പുസ്തകം എഴുതി വിൽക്കുമ്പോൾ ഹൈന്ദവത ധർമ്മവും ദർശനവും പഠിക്കാത്തവൻ, പ്രസാധനം പഠിക്കാത്തവർ, ഇങ്ങനെയായിരുന്നോ പുസ്തകം ഇറക്കിയിരുന്നത്? ഇപ്പൊ പറയുന്നു ഞാൻ അള്ളാഹിനെ പറ്റി പഠിക്കാത്ത കാലത്ത് എഴുതിയതാണ്. പഠിക്കാത്ത കാലത്ത് അള്ളാഹിനെ പറ്റി എഴുതാൻ ഈ മൗലവി എന്തിനു തുനിഞ്ഞു? മൗലവിയുടെ പുസ്തകം എന്തിനു വിറ്റ് പ്രസിദ്ധീകരിച്ചു? എന്തിനെന്നിട്ട് അതിലൂടെ ജനങ്ങളെ ചൂഷണം ചെയ്തു? ഇനി നിങ്ങൾ കേൾക്കണോ? ഇപ്പൊ മൂപ്പര് തൗബ ചെയ്തിട്ട് പറയുന്നു, അള്ളാഹ് കയ്യും കാലും ഇല്ലാതെ മുമ്പ് ഞാൻ എഴുതിപ്പോയത് തെറ്റാണ്. അള്ളാഹ് അർശിന്റെ മോളല്ല നീ ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മൂപ്പര് ഇതാണ്. ഏതായിരുന്നാലും പ്രസ്തുത പരാമർശം ഗൗരവതരമായ അബദ്ധമാണെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ബോധ്യപ്പെട്ട സ്ഥിതിക്ക് അത് തിരുത്തുകയും നാം മുമ്പ് ചെയ്തിരുന്നത് പോലെ തിരുത്ത് ശബാബിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അപ്പൊ ഇപ്പൊ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലാണ് പോലും. പണ്ടോ ടോർച്ചിന്റെ വെളിച്ചത്തിലെ പഴയ പുസ്തകം ഇയാളാ ഇസ്ലാം മതത്തിന്റെ വിശ്വാസം പ്രചരിപ്പിക്കാൻ നടക്കുന്നത്. ക്രൈസ്തവർക്കും ഹൈന്ദവർക്കും മറുപടി പറയാൻ നടക്കുന്നത്. അള്ളാഹുവിനുള്ള വിശ്വാസം പോലും പഠിക്കാതെ ദീൻ പ്രചരിപ്പിക്കുന്ന ഇവരുടെ വാദം കൊണ്ട് മറ്റ് മതക്കാരെ മുന്നിൽ മുസ്ലിം സമുദായം ചോദ്യം ചെയ്യപ്പെടുകയല്ലേ സഹോദരന്മാരെ? എത്ര വലിയ അബദ്ധമാണിത്! മുസ്ലിമീങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ഇനി ഞാൻ പറയട്ടെ. എന്നാൽ ഇവരുടെ തന്നെ മുഖപത്രമായ അൽമനാർ മലയാളത്തിൽ KM മൗലവിയും EK മൗലവിയും TK മൗലവിയും MCC മൗലവിമാരുമൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് എഴുതി പ്രസിദ്ധീകരിച്ച മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ, ഫതാവൽ മനാർ 1952 ജനുവരി 20. അതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അതിലെന്താ പറയുന്നത്? അതിൽ പറയുന്നത് ഞാൻ നോക്കി വായിക്കാം, ശരിക്ക് ശ്രദ്ധിച്ചോ. അള്ളാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചാൽ എന്താ ആകുക? അവര് പറയാണ്, ശരിക്കും കേട്ടോ, മുബ്തദിഉ കാഫിർ, അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. ആർക്കാണ് അവിശ്വാസിയായ അനാചാരി? മുബ്തദി കാഫിർ എന്ന് പറയപ്പെടുന്നത്
ഞാനല്ല പറയുന്നത്. മുജാഹിദിന്റെ മുൻകാല നേതാക്കളായ KM മൗലവി, EK മൗലവി, TK മൗലവി, MCC മൗലവിമാര്, വക്കം മൗലവി തുടങ്ങിയ മൗലവിമാർ ഇറക്കുന്ന അൽമനാറിൽ അവര് പറയുന്നു കാഫിറാണ്. ആര് കാഫിറാണ്? അവിശ്വാസിയായ അനാചാരി എന്ന് പറയപ്പെടുന്നു. ആർക്ക്? അല്ലാഹുവിന് ജഡം, രൂപം, ഭാഗം, സ്ഥലം മുതലായ വല്ലതും ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പൊ അല്ലാഹു ഒരു സ്ഥലത്താണെന്ന് വിശ്വസിച്ചാൽ, ഇപ്പൊ പറഞ്ഞില്ലേ ഏഴാനാകാശത്തിന്റെ മേലെ അരസിന്റെ മുകളിൽ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വിശ്വസിച്ചാൽ കാഫിറാണെന്ന് പേരോട് പറഞ്ഞതല്ല, കാന്തപുരം പറഞ്ഞതല്ല, EK ഉസ്താദ് പറഞ്ഞതല്ല, കണ്യത്ത് ഉസ്താദ് പറഞ്ഞതല്ല, ഉള്ളാൾ തങ്ങൾ പറഞ്ഞതല്ല. KM മൗലവി, EK മൗലവി, TK മൗലവി, MCC മൗലവി തുടങ്ങിയ ഇവരുടെ മുൻഗാമികളായ മൗലവിമാര് പറയുന്നു അല്ലാഹ് ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞാൽ കാഫിറാണ്, മുബ്തദി കാഫിറാണ്. അല്ലാഹുക്ക് ജഡമുണ്ടെന്ന് പറഞ്ഞാൽ കാഫിറാണ്, അല്ലാഹുവിന് ഭാഗമുണ്ടെന്ന് പറഞ്ഞാൽ കാഫിറാണ്. അല്ലാഹുക്ക് വലത്തും ഇടത്തും എന്ന് പറഞ്ഞാൽ ഭാഗമായില്ലേ? വലത്ത് 2 കൈയാണെന്നല്ലേ സക്കരിയ സലാഹി പറഞ്ഞത്? അല്ലാഹുക്ക് ഭാഗമുണ്ടെന്ന് പറഞ്ഞാൽ കാഫിറാണെന്ന് ഞങ്ങളല്ല പറഞ്ഞത്. മുജാഹിദിന്റെ നേതാക്കൾ, മുജാഹിദിന്റെ അൽമനാർ 1952 ജനുവരി 20 പറയുന്നു. നിഷേധിക്കാൻ കഴിയുമോ? എന്താണ് മുസ്ലിം ചെറുപ്പക്കാരെ? ഈമാൻ കിട്ടി മരിക്കണ്ടേ? ഈമാൻ കിട്ടി മരിക്കണോ? നിങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് വന്നോ? സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ചോ? സ്വാലിഹീകളായ ഇമാമിങ്ങൾ പഠിപ്പിച്ചത് അംഗീകരിച്ചോ? ഇല്ലെങ്കിൽ ഇവിടെ സുന്നത്ത് ഈമാനോടെ മരിക്കാൻ പ്രയാസം തന്നെ.